ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഉദ്ധിതനായ മിശിഹായുടെ വലിയ സന്തോഷത്തിൽ കഴിയുന്ന ഒരാഴ്ചയിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ വെള്ളിയാഴ്ച ആണെങ്കിൽ പോലും ഈ ഉദ്ധാനത്തിലുള്ള വലിയ സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് ഇറച്ചി കഴിക്കാമായിരുന്നു എന്നുള്ളത്, അത് ഇതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു കൂടുതൽ ഓർമ്മപ്പെടുത്തലാണ്. കർത്താവിൻ്റെ സഹനത്തേക്കാൾ അപ്പുറം അവൻ്റെ ഉദ്ധാനം നൽകുന്ന വലിയ പ്രത്യാശ, ആ പ്രത്യാശയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നീ ജീവിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങളെല്ലാം. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ നോയമ്പ് കാലം തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് വി ജസ്റ്റ് സ്റ്റാർട്ട് ടു എക്സാമിൻ അവർ സെൽഫ്. എൻ്റെ ജീവിതത്തെ ഞാൻ ആത്മശോധനയ്ക്ക് വിധേയമാക്കാനായിട്ട് തുടങ്ങും. ആൻഡ് ഐ ഫൈൻഡ് ഔട്ട് ദാറ്റ് ദെയർ ആർ സം തിങ്സ് ദാറ്റ് നീഡ് ടു ചേഞ്ച്. എൻ്റെ ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയും. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ട് ടു ഡൂ ഇറ്റ്. ഞാനത് ചെയ്യാനായിട്ട് പരിശ്രമിച്ച് തുടങ്ങുകയും ചെയ്യും. നമ്മൾ അങ്ങനെ നോമ്പ് പകുതിയാകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചറിയും, ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് അട്ടേർലി ഫെയിൽഡ് മെനി എ ടൈം. ഞാൻ പല സമയത്തും പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായിട്ട് എല്ലാം പൊളിഞ്ഞടുക്കി പോയല്ലോ എന്ന സങ്കടമെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്ന് വീഴും. പിന്നെ നമ്മൾ വിചാരിക്കുക, എന്നാലും കുഴപ്പമില്ല, ഇനിയും കുറച്ച് ദിവസം ഉണ്ടല്ലോ. നമ്മൾ സ്റ്റിൽ ദെൻ വി റീസ്റ്റാർട്ട് അഗെയിൻ വിത്ത് ദ സെയിം പ്രോമിസസ്. നമ്മുടെ ഈ പ്രോമിസസ് എല്ലാം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ എല്ലാ പ്രോമിസും ഇറ്റ് ജസ്റ്റ് കൺക്ലൂഡ് വിത്ത് ഈസ്റ്റർ ആകുന്നതോടുകൂടി നമ്മൾ വലിയ സന്തോഷമാണ്. ഇനിയും കള്ളു കുടിക്കരുത് എന്ന് 50 ദിവസം തീരുമാനിച്ചെങ്കിൽ 50ാമത്തെ ദിവസം നമ്മൾ കുപ്പി പൊട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ സന്തോഷം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നോമ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു. നോമ്പ് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി നാളെ മുതൽ നോമ്പ് എടുക്കാതിരിക്കാനുമല്ല. പക്ഷേ ഈ നോമ്പ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രിപ്പറേഷൻ ടു സംതിങ് എൽസ്. അതൊരു പ്രിപ്പറേഷനാണല്ലോ. ആ ഒരുക്കം നീ നടത്തേണ്ടതും നിന്നെ ഓർമ്മപ്പെടുത്തുന്നതും there is something bigger that you have to expect and live on. അതിനെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു മിയർ പ്രിപ്പറേഷൻ മാത്രമായിരുന്നു ഈ നോമ്പ് അടിസ്ഥാനമല്ല. ആ പ്രിപ്പറേഷൻ ചെന്നെത്തേണ്ടതും കൺക്ലൂഡ് ചെയ്യേണ്ടതും ക്രൈസ്റ്റിലാണെന്നുള്ള. ക്രൈസ്റ്റ് ഈസ് റിസൺ. കർത്താവ് ഉദ്ധാനം ചെയ്തു എന്ന സത്യം പ്രഘോഷിക്കാനായിട്ട് നിൻ്റെ ജീവിതത്തെ ഒരുക്കുക ചെയ്യുന്നത്. അതോടുകൂടി നിൻ്റെ ജീവിതം തീർന്നുമല്ല, ഫിനിഷിംഗ് പോയിൻ്റ് ആയിട്ടല്ല, ബട്ട് റാദർ ഇറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് യുവർ ലൈഫ്. നിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിന് വേണ്ടിയിട്ടുള്ള നിൻ്റെ വലിയ പ്രിപ്പറേഷൻ മാത്രമായിരുന്നു ഇത്. നമ്മുടെ അച്ഛന്മാരെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അച്ഛൻ ആകാൻ വേണ്ടി ഒരുങ്ങുന്നത് 12 വർഷം പഠിച്ചാണ്. ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് പോയതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് പോയി എൻ്റെ നല്ല പ്രായം മുഴുവൻ സെമിനാരിയിലാണല്ലോ എന്ന് ഞാൻ വിചാരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം മുഴുവൻ ലോങ് 12 years വി വേ ഇൻ ദ സെമിനറി. നമ്മൾ കുറേ കളിച്ചു, കുറേ പ്രാർത്ഥിച്ചു, കുറേ പഠിച്ചു. എല്ലാം കഴിഞ്ഞ് അച്ഛനാവുന്നതോടുകൂടി എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു എന്ന് തീരുമാനിക്കുന്ന പോലെയാണ് ഞാൻ ഈ 50 ദിവസത്തെ ഒരുക്കത്തെ കാണുന്നത്. 50 ദിവസം ഒരുങ്ങുന്നത് എന്തിനാണെന്നുള്ള ഈ എൻഡ് ഗോളെന്നല്ല, സ്റ്റാർട്ടിംഗ് ഗോളിനെ പറ്റിയുള്ള ഓർമ്മ എനിക്ക് നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ദ മൊമെൻറ്റ് യു സ്റ്റാർട്ട് ടു ബിക്കം എ പ്രീസ്റ്റ്, ഞാൻ അച്ഛനായി കഴിഞ്ഞ അടുത്ത സെക്കൻഡിൽ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം എന്താണ്, വാട്ട് ഐ റിയലി എയിംഡ് ഫോർ ഈസ് ഡൺ. ഇത് തന്നെ നമ്മുടെ കല്യാണത്തിനും സംഭവിക്കും. വിവാഹ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറയും, ഞാൻ എൻ്റെ പള്ളിയിൽ പ്രസംഗിച്ചതുപോലെ പ്രണയത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന് ഇതുതന്നെയാണെന്ന് ഞാൻ പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പ്രണയിതാക്കളെ കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിലി വി കുഡ് ഐഡൻറ്റിഫൈ ദാറ്റ് വെദർ ദേ ഹാവ് മാരീഡ് ഓർ നോട്ട്. കല്യാണത്തിന് മുമ്പ് എന്തൊരു തീഷ്ണതയായിരുന്നു, എന്തൊരു സ്നേഹം, എന്തൊരു ജ്വലനം. ആ സ്നേഹവും തീഷ്ണതയും കണ്ടു കഴിഞ്ഞാൽ ഇവനല്ലാതെ വേറൊരാൾ പോലും ഇവൻ്റെ ജീവിതത്തിൽ ഇനി കയറി കൂടുക തന്നെ അസാധ്യം എന്ന് പറയും. പക്ഷേ കല്യാണം കഴിഞ്ഞ് എന്തിനേറെ പറയുന്നു, വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ മതി, ഇറ്റ് ജസ്റ്റ് ടേൺസ് അപ്സൈഡ് ഡൗൺ. ആൻഡ് ഹൗ ഈസിലി ഇറ്റ് ഹാപ്പൻഡ്. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ കഴിഞ്ഞത് എന്ന് നമുക്ക് തന്നെ ചില സമയത്ത് നോക്കുമ്പോൾ അത്ഭുതം തോന്നും. അതിൻ്റെ കാരണം ഈ അച്ഛന് പറ്റിയ അതേ അബദ്ധം ചിലപ്പം കല്യാണ ജീവിതത്തിൽ സംഭവിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രണയിക്കുമ്പം നമുക്കൊരു ഗോളുണ്ട്, ഗോൾ ദാറ്റ് ഹാസ് ടു ഫിനിഷ്, ആൻഡ് ദാറ്റ് ഈസ് പ്രാക്ടിക്കലി ടു ഗെറ്റ് മാരീഡ്. കല്യാണം കഴിക്കുക എന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ ഗോള്.
അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചാലും നമ്മൾ കെട്ടിയിരിക്കും. അതാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അത് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നാ സംഭവിക്കുന്നതെന്നുള്ളതിനെപ്പറ്റി നമ്മൾ യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളത്. ശരിക്കും ഈ എൻഡ് ഗോളായിട്ടല്ല കല്യാണത്തെ കാണേണ്ടത്, മറിച്ച് ഇറ്റ് ഈസ് ദ സ്റ്റാർട്ടിങ് പോയിന്റ് ടു ലവ് ഈച്ച് അതർ. എൻ്റെ ഓരോ ദിവസവും ഹൗ മച്ച് പ്രണയം പറഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു നിർത്തിയ പ്രണയം പറയാൻ പാടില്ലാത്ത വിഷയമായിരിക്കും. എന്താണേലും ഞാൻ പറയുന്നത് എൻഡ് ഗോൾ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ടു ലവ് ഈച്ച് അതർ എന്നുള്ള. ഓരോ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ എൻ്റെ ചേട്ടനെ അല്ലെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ചേച്ചിയെ എങ്ങനെ സ്നേഹിച്ചു എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുമ്പം മാത്രമേ ഉള്ളൂ എൻ്റെ ദിവസത്തിൽ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ഈ പ്രതിസന്ധിക്കും ആകുലതയ്ക്കും കാരണങ്ങൾക്ക് മേൽ കാരണം ചെന്ന് നിലനിൽക്കുന്നത് പോലെ തന്നെ അപകടത്തിൽ ചെന്ന് കാണും. അതുകൊണ്ടായി പ്രണയവിവാഹങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണവും ദേ ഹാവ് ഓൺലി വൺ എൻഡ് ഗോൾ, ദാറ്റ് ഈസ് ടു ഗെറ്റ് മാരീഡ്. ആൻഡ് മാരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഉദ്ധാനത്തിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉദ്ധാനം എന്ന് പറയുന്നത് നമ്മുടെ എൻഡ് ഗോൾ അല്ല, ബട്ട് റാദർ ഇറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എപ്പോഴൊക്കെ when you think that as a Christian that you don't practically believe in the resurrection, ഞാൻ ഉദ്ധാനത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് ഞാൻ എപ്പം ചിന്തിക്കുന്നുണ്ടോ, ഐ വുഡ് റാദർ സേ ഇറ്റ് ഈസ് ജസ്റ്റ് ഫൂളിഷ് ടു ബിക്കം എ ക്രിസ്ത്യൻ. നീ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ മണ്ടത്തരം വേറെ ഇല്ലെന്നുള്ള. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തു ഉദ്ധാനം ചെയ്തിട്ടില്ലെങ്കിൽ, മിശിഹ ഉദ്ധിതനായിട്ടില്ലെങ്കിൽ ഞാനാണ് ഏറ്റവും ഫൂളിഷ് മാൻ. ഐ ആം ദ മോസ്റ്റ് ഫൂളിഷ് മാൻ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫൂളിഷ് മാൻ ഞാനാ. കാരണം ഞാൻ എല്ലാ ദിവസവും പ്രഘോഷിക്കുന്നത് ഈ ഉയർക്കാത്ത മിശിഹായെ കുറിച്ച് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് മിശിഹ ഉദ്ധിതനായിട്ടില്ലെങ്കിൽ യു കുഡ് ഈറ്റ് ഡ്രിങ്ക് ആൻഡ് മെറി, നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. കാരണം എന്താണ്? നിനക്ക് നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഇല്ല. കാരണം നിൻ്റെ കഴിഞ്ഞു, ഇതുകൊണ്ട് തീരുവാണ്. പക്ഷേ ഉദ്ധാനം നിന്നെ ഓർമ്മപ്പെടുത്തുന്നത് യു ഹാവ് ടു ലുക്ക് സംതിങ് മോർ. ആ സംതിങ് മോറിലേക്കുള്ള നിൻ്റെ വളർച്ചയാണ്. നിൻ്റെ ജീവിതത്തിലെ ഉദ്ധാനത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാകുമ്പം ഞാൻ പറയുന്നത് ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ലുക്ക് ഈസ് ടു ദ ഡിസൈപ്പിൾസ് ഇറ്റ്സെൽഫ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഉദ്ധാനത്തിന് മുമ്പുണ്ടായിരുന്ന ഡിസൈപ്പിൾസും ഉദ്ധാനത്തിന് ശേഷമുള്ള ഡിസൈപ്പിൾസും തമ്മിൽ അജഗജാന്തര വ്യത്യാസം ഉണ്ടെന്നുള്ള. ദ സർക്കംസ്റ്റൻസസ് റിമെയിൻസ് ദ സെയിം, ബട്ട് ദ ഡിസൈപ്പിൾസ് ചേഞ്ച് അപ്സൈഡ് ഡൗൺ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടെന്നുള്ള. അത് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാകും. ഈ കർത്താവിൻ്റെ പീഡാസഹനം വരെയുള്ള സമയം നോക്കിയാൽ നമ്മൾ തിരിച്ചറിയുന്ന കാര്യം, ദ ഡിസൈപ്പിൾസ് വെയർ ഈഗർലി കവേർഡിങ് ക്രൈസ്റ്റ് എവിടെയുണ്ടോ അവിടെയെല്ലാം ഡിസൈപ്പിൾസ് വളരെ ആവേശപൂർവ്വം നിൽക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ കയ്യടികൾ ലഭിക്കുന്നത് ആരുടെ വചനങ്ങൾ കേൾക്കുവാനായിട്ടാണോ ലോകം മുഴുവൻ കാത്തിരിക്കുന്നത്, ജനം മുഴുവൻ കുന്നുകൂടുന്നത്, അവരുടെ കൂട്ടത്തിൽ അവൻ്റെ തൊട്ടു പിന്നാലെ ശക്തരായി ഞങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പോലും പറയുന്നത് ഞങ്ങളും വാളെടുക്കട്ടെയോ എന്നെല്ലാം പറയുന്നതിൻ്റെ കാരണം ദേ ഹാവ് സംതിങ് ദാറ്റ് ദേ കുഡ് ഹോപ്പ് ഫോർ. അവർക്ക് സ്വപ്നം കാണാനായിട്ടും പ്രത്യാശിക്കാനായിട്ടും ഒരാൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. പക്ഷേ ഈ പീഡാസഹനത്തോടുകൂടി അവരുടെ എല്ലാ ഹോപ്പും നേരെ തിരിഞ്ഞു എന്നുള്ള. ഇനി നത്തിങ് ദേ കുഡ് ഹോപ്പ് ഫോർ, അവരുടെ ജീവിതത്തിൽ ഇനി പ്രത്യാശയ്ക്ക് യാതൊരു സാധ്യതയില്ലെന്നുള്ള. ഉദ്ധാനം ഉണ്ട്. ഉദ്ധാനം എന്നാണ് ഈ മഗ്ദല മറിയം ചെന്ന് കർത്താവിൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, ഞാൻ കർത്താവ് ഉയർത്തതായിട്ട് കണ്ടു, അല്ല കർത്താവ് ഉദ്ധിതനായി എന്നെല്ലാം പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അവൻ്റെ ശരീരം കണ്ടു കിട്ടിയില്ല എന്നെല്ലാം പറയാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും ഈ രണ്ട് അപ്പോസ്തലന്മാർ ഓടുവാണല്ലോ, പത്രോസും യോഹന്നാനും. ഓടി ശവകുടീരത്തിൽ എത്തുന്നു നോക്കുമ്പം കാണുന്നില്ല, തിരിച്ചോടി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ തിരിച്ചോടിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതല്ല. വൈ ദ ഡിസൈപ്പിൾസ് റൺ ബാക്ക് അഗെയിൻ. ഈ മഗ്ദല മറിയം പിന്നെ ബോധമില്ലാത്തത് കൊണ്ട് അവളവിടെ കരഞ്ഞുകൊണ്ട് നിന്നെങ്കിലും ബുദ്ധിമാന്മാരായ ശിഷ്യന്മാർ തിരിച്ചോടി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് തിരിച്ചോടിയത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. കാരണം ദ ജൂസ് നൗ നോ ദാറ്റ് ദ ബോഡി ഈസ് നോട്ട് ദെയർ. ഈ യഹൂദർക്ക് മനസ്സിലായി ബോഡിയില്ല. അപ്പോൾ അത് ബോഡി എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുള്ള ഏക മനുഷ്യർ ഈ ശിഷ്യന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ പിടിക്കാൻ പോകുന്നതും ആദ്യമേ അടുത്ത കൊലയ്ക്ക് പോകുന്നതും ഇതേ ഡിസൈപ്പിൾസാണ്. അതുകൊണ്ടാണ് അവർ വീടിനകത്ത് കഥ കടച്ചിരുന്നു എന്ന് പറയുന്നത്. വേറെ ഒരു കാര്യവും ചെയ്തില്ലാതെ ശാന്തമായിട്ട് അകത്തിരുന്നതിൻ്റെ കാരണം ഈ ഒറ്റ റീസണിങ് ആണ്. കാരണം നത്തിങ് കുഡ് ഹെൽപ്പ് ദം ടു സേ ദാറ്റ് ദേ ആർ സേഫ് ഇൻ ദെയർ ക്ലോസ്ഡ് റൂം. കാരണം ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടില്ല, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് അടച്ചു പൂട്ടി ഇരിപ്പുണ്ട്. അത് യഹൂദർ വന്നാലും ശരി, ആര് വന്നാലും ശരി, ഞങ്ങൾ കഥ തുറക്കുന്ന പ്രശ്നമില്ല.
അതുകൊണ്ടാണ് കർത്താവ് വന്നപ്പോൾ പോലും കർത്താവ് അടച്ചിട്ട കഥകിൻ്റെ അകത്തൂടെ കയറി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയത്തിൻ്റെ നിമിഷങ്ങളിൽ അവർ തിരിച്ചറിയുകയാണ് ദേ വെയർ ലെഫ്റ്റ് അലോൺ. ആ ശിഷ്യന്മാരാണ് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിയുമ്പം, ഈശോയെ കണ്ടുമുട്ടി കഴിയുമ്പം അവർ വീണ്ടും പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങുന്നത് കർത്താവ് ഉദ്ധാനം ചെയ്തു എന്നുള്ളത്. ആ ട്രാൻസ്ഫോർമേഷനാണ് ഈ ഉദ്ധാനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്ന് ഞാൻ പറയും. ഈ ട്രാൻസ്ഫോർമേഷൻ, ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ദ സർക്കംസ്റ്റൻസസ് ഹാവ് ചേഞ്ച്ഡ്, ദ പേഴ്സൺസ് ഹാവ് ചേഞ്ച്ഡ്, ഇത് ചുറ്റുമുള്ളവരെല്ലാം, അത് സാഹചര്യങ്ങളാവട്ടെ, സന്ദർഭങ്ങളാവട്ടെ, കണ്ടുമുട്ടുന്ന വ്യക്തികളാവട്ടെ, എല്ലാവരും അതേപോലെ തന്നെ നിലനിൽക്കുമ്പോഴും വൈ ദ ഡിസൈപ്പിൾസ് കുഡ് ചേഞ്ച് ദംസെൽവ്സ്, അതാണ് ദ റിയൽ ചോദ്യം എന്ന് പറയും. കാരണം അത് അവർ ഉദ്ധാനം ചെയ്ത മിശിഹായെ കണ്ടെത്തി എന്നുള്ള, ദാറ്റ് ദേ വെയർ നെവർ ലെഫ്റ്റ് അലോൺ. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ഒറ്റയ്ക്കല്ലെന്നുള്ള തിരിച്ചറിവ് അവരുണ്ടായപ്പോഴത്തേക്കുമാണ് അവർ മിശിഹായെ പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങിയത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പിന്നെ പറയുന്നത്, ക്ലേശമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തു തന്നെ വന്നാലും I am never afraid about any of these things because I have something more to hope for. എനിക്ക് പ്രത്യാശിക്കാനായിട്ട് ഇതിനേക്കാൾ കൂടുതൽ മറ്റൊന്നുണ്ട് എന്ന തിരിച്ചറിവാണ് എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തിയത് എന്നുള്ള. അതിന് പകരം ഞാൻ എവിടെയെല്ലാം ഈ ഹോപ്പ് ഫോർ നടത്തുന്നുണ്ടോ, ഞാൻ പ്രത്യാശിക്കുന്നുണ്ടോ, ദാറ്റ് മേക്സ് യു റിയലി സാഡ് അറ്റ് വൺ പോയിൻറ്റ് ഓർ ദി അതർ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. അത് നിൻ്റെ ഭർത്താവാവട്ടെ, നിൻ്റെ ഭാര്യയാവട്ടെ, നിൻ്റെ കുഞ്ഞുങ്ങളാവട്ടെ, നീ ചെയ്യുന്ന ജോലിയാകട്ടെ, പണമാകട്ടെ, എന്തും ആവട്ടെ, വൺ ഡേ ഇറ്റ് ഓൾ വിൽ പാസ് അവേ ഫ്രം അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇതെല്ലാം ഒരു ദിവസം അല്ലെ മറ്റൊരു ദിവസം നമ്മളിൽ നിന്ന് പിന്മാറി പോകുമ്പോഴാണ് ദ റിയൽ ക്വസ്റ്റ്യൻ കംസ്. ഞാൻ പ്രത്യാശിച്ചതൊന്നും എൻ്റെ പ്രത്യാശയായിട്ട് മാറുന്നില്ല എന്ന തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഉദ്ധാനത്തെ സ്വപ്നം കാണാനായിട്ട്, പ്രത്യേകിച്ച് നാളെ പുതുഞായറാഴ്ച ആഘോഷിക്കുകയാണല്ലോ. ഈ തോമാസ് ലീഹ കർത്താവിലുള്ള വലിയ വിശ്വാസം ഏറ്റുപറഞ്ഞ ദിവസമാണല്ലോ. ഈ പത്രോസിൻ്റെയും തോമായുടെയും വിശ്വാസത്തിന് രണ്ട് വ്യത്യസ്തതകളുണ്ട്. ഈ പത്രോസ് ലീഹ പറയുന്ന വിശ്വാസം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ എന്നാണല്ലോ പറയുന്നത്. യു ആർ ദ ലിവിങ് സൺ ഓഫ് ഗോഡ്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ തോമാസ് ലീഹ പറയുന്നത് യു ആർ മൈ ഗോഡ് ആൻഡ് മൈ ലോഡ്. നീ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണെന്നുള്ള, അത് പേഴ്സണലൈസ്ഡായി മാറി എന്നുള്ള. കാരണം ഹി നോ നൗ ദാറ്റ് ഹീ ഈസ് മൈ ഹോപ്പ്. അത് തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഒപ്പം ഇന്ന് നമ്മൾ ദൈവ കരുണയുടെ തിരുനാളുകൂടെ നാളെ നമ്മൾ ആഘോഷിക്കുമ്പം ഈ കർത്താവിൻ്റെ കരുണയെ തിരിച്ചറിയാനായിട്ട്, അത് പൗലോസ്ലീഹ പറയുന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ, ഞാൻ ഇതെല്ലാം പറയുന്നത് നിങ്ങൾ കൂടുതൽ പാപം ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതുകൊണ്ട് പാപം വർദ്ധിക്കുമ്പം കൃപ വർദ്ധിക്കും. അതുകൊണ്ട് നമുക്കിനി പാപം ചെയ്യാം, കാരണം കൃപ അതിനേക്കാൾ കൂടുതൽ വർദ്ധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പാപം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം പറയുന്നത് എന്ന് പറയുന്നത് പോലെ ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഹൗ മച്ച് ഗോഡ് ഈസ് സ്റ്റിൽ ലവിങ് മീ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ പള്ളിയിൽ പ്രസംഗിച്ച ദുഃഖവെള്ളിയാഴ്ച പറഞ്ഞ യൂദാസിൻ്റെയും പത്രോസിൻ്റെയും ജീവിതം നമ്മളെ കുറേ കൂടെ ഈ ദൈവകരുണയെ ചിന്തിക്കാൻ പറ്റുന്ന നല്ല ദിവസം എന്ന് ഞാൻ ചിന്തിക്കും. കാരണം ഈ നമ്മുടെ ജീവിതത്തിൽ പത്രോസിനെയും യൂദാസിനെയും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ നമ്മൾ വളരെ പുണ്യവാനായിട്ടും മറ്റേയാളെ ഏറ്റവും വലിയ പാപിയായിട്ടും കണ്ടുമുട്ടാനായിട്ടുള്ള പ്രവണത നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് മാറ്റാനായിട്ടും എനിക്ക് വലിയ ഉദ്ദേശമില്ല. അത് അങ്ങനെ തന്നെ ആയിരിക്കാം ചിലപ്പം. അതിനെപ്പറ്റി കർത്താവ് വിധിക്കട്ടെ, നമ്മളല്ലല്ലോ വിധിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഞാൻ പറയുന്നത്, ഈ രണ്ടുപേരും ഈ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട നിമിഷങ്ങളെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞോ എന്നുള്ള. ഈ പത്രോസിനെ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം, ഈ ദൈവത്തിൻ്റെ കരുണ ഒരു സ്ലീഹ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അത് പത്രോസാന്ന് പറയും. ഈ പത്രോസിനെ പോലെ ജീവിതത്തിൽ ഹൗ ഫീബിൾ ഹി വാസ്, എന്തുമാത്രം ബലഹീനനായിട്ടും അവൻ എത്രമേൽ ഉയരാൻ കഴിഞ്ഞു എന്നുള്ള. അതെനിക്ക് തോന്നുന്നു ഈ ദൈവകരുണയെ ചിന്തിക്കുമ്പം പത്രോസ് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവണമെന്ന് പറയും. കാരണം പീറ്റർ ഈസ് ജസ്റ്റ് ലൈക്ക് എ സിമ്പിൾ മാൻ വിത്ത് സിമ്പിൾ ഹോപ്സ് ആൻഡ് സിമ്പിൾ ഡിസയേഴ്സ്. ഈ പത്രോസ് മീൻപിടുത്തക്കാരനായിരുന്നു എന്ന് പറയുന്നത് ഒരു ആലങ്കാരികമായ പറച്ചിലല്ല. കാരണം ഈ പത്രോസ് മീൻപിടുത്തക്കാരനാണെന്ന് പറയുമ്പോഴത്തേക്ക് ഹി ഡസൻറ്റ് ഈവൻ കെയർ അബൌട്ട് ദ നെക്സ്റ്റ് ഡേ.
മറ്റൊരു ദിവസത്തെ പറ്റി ചിന്തിക്കാനായിട്ടുള്ള സങ്കടം പോലും ഇല്ല. കാരണം ഇന്ന് കർത്താവ് മീൻ തന്നു, ഭക്ഷണം കഴിച്ചു, സന്തോഷിച്ചു. ശരിക്കും പറഞ്ഞാൽ പത്രോസിൻ്റെ ജീവിതം മുഴുവൻ ഈ ടുഡേ ഇന്നുമായിട്ട് ബന്ധപ്പെടുത്തി അവൻ എപ്പോഴും ചിന്തിച്ചോളൂ, ഇന്ന് എൻ്റെ പ്രശ്നം പരിഹരിച്ചോ, ഇന്ന് എൻ്റെ ജീവിതം മുമ്പോട്ട് പോയോ, ഇന്ന് കർത്താവ് ആവേശത്തോടു കൂടി നിൽക്കുന്നെങ്കിൽ ഞാൻ കർത്താവിൻ്റെ കൂടെ. അതുകൊണ്ടാണ് നിങ്ങൾ പത്രോസിനെ എല്ലാ മറുപടികളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചറിയും. ഒരു സെക്കൻഡിൽ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. അടുത്ത സെക്കൻഡിൽ പിശാച് വരുമ്പോഴത്തേക്കും വീണ്ടും പത്രോസ് പിശാചിനെ സ്വന്തമാക്കിക്കൊണ്ട് പറയും, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത സെക്കൻഡുകളിലേ ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത സെക്കൻഡിലോട്ട് എത്തുമ്പോഴത്തേക്കും പത്രോസ് വീണ്ടും അപ്സൈഡ് ഡൗൺ ആയിട്ട് തിരിയുക. ഇത് ഇവിടെ കൊണ്ട് തീരുവല്ല. നിങ്ങൾ ഇനി അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടുമുട്ടും, ഈ പൗലോസ്ലീഹ പത്രോസിനെ ശകാരിക്കുന്നുണ്ട്. വാട്ട് യു ആർ ഡൂയിങ് ഈസ് നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രീക്കുകാരുടെ കൂട്ടത്തിൽ പത്രോസ് നിൽക്കാതെ പോയി യഹൂദരുടെ അടുത്ത് പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടുമ്പോഴത്തേക്കും പൗലോസ്ലീഹ കുറ്റപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. കാരണം ഹി കെയർഡ് അബൌട്ട് ഹിസ് ഓൺ ലൈഫ്. അവൻ്റെ ജീവിതത്തെ മാത്രമായിരുന്നു അവൻ്റെ പ്രത്യാശ. അവൻ എവിടെയൊക്കെ അവന് ഈ അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടോ, അവൻ്റെ ജീവിതം ഹാനിക്ക്, അവൻ്റെ സ്വന്തം ജീവന് ഹാനി വരുന്ന ഏത് സന്ദർഭം വരുമ്പോഴും അവൻ തിരിഞ്ഞോടാൻ വേണ്ടി കൃത്യമായി പരിശ്രമിച്ചു എന്നുള്ള. അത് ഏറ്റവും പ്രസിദ്ധമായ കോവാദിസ് എന്ന് പറയുന്ന വെയർ ആർ യു ഗോയിങ്, നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഈശോയുടെ ചോദ്യം റോമിലേക്കുള്ള അവൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന കഥയുമെല്ലാം നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ടല്ലോ. അവിടെയും ഹി ജസ്റ്റ് കെയർഡ് അബൌട്ട് ഹിസ് ഓൺ ലൈഫ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ അവനെ ഏറ്റവും വലിയ സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധനായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ സഭയുടെ താക്കോലുകൾ പോലും സൂക്ഷിക്കുന്നത് അവൻ്റെ കയ്യിലാണെന്ന് പറയുകയും ചെയ്യും. എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും? അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഹീ റിയലി ഫെൽറ്റ് ദ ലവ് ഫ്രം ക്രൈസ്റ്റ്. കർത്താവിൻ്റെ കരുണയെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ള. കർത്താവ് അവൻ്റെ ജീവിതത്തിൽ ഇനിയും ഇടപെടും എന്ന തിരിച്ചറിവ് അവനുണ്ടായിരുന്നു. എവിടെയെല്ലാം അവൻ വീണിട്ടുണ്ടോ, ഒന്നിനു പുറകെ ഒന്നായി വീണിട്ടുണ്ടോ, ആ വീഴ്ചകൾക്കെല്ലാം അടുത്ത ക്ഷണത്തിൽ അവൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ ഓർത്ത് വിലപിക്കുന്നുണ്ടെന്നുള്ള. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ജീവിതത്തിൽ വി ആർ ഡൂയിങ് ദ സെയിം തിങ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്നിരുന്ന എന്തുമാത്രം നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു. വി വേർ സോ ക്ലോസ് ടു ലോർഡ് ദാറ്റ് വി ജസ്റ്റ് വാണ്ട് ടു ബി വിത്ത് ഹിം. അവൻ്റെ അടുത്തല്ലാതെ വേറെ എങ്ങോട്ടും ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിരുന്ന, ചിന്തിച്ചിരുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ കാലങ്ങൾ കടന്നു പോയപ്പോഴത്തേക്കും വി ജസ്റ്റ് അട്ടേർലി ഫെയിൽഡ് ഇൻ സം ഓഫ് ദ ടെംപ്റ്റേഷൻസ്. ജീവിതത്തിൻ്റെ ചില ബലഹീനതകൾ വന്നപ്പം നമ്മൾ പരാജയപ്പെട്ടു പോയ നിമിഷങ്ങളുണ്ടായിരിക്കും. നമ്മളും ചിലപ്പം ഈ പത്രോസിനെ പോലെ ഹൃദയം പൊട്ടി കരഞ്ഞിട്ടും ഉണ്ടാകും. പക്ഷേ ദ റിയൽ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഡിഡ് യു ഡു ആഫ്റ്റർവേഡ്സ് എന്നുള്ള. ഈ പത്രോസ് ചെയ്യുന്ന ഈ രണ്ട് കാര്യവും എന്താണ്? പാപം ചെയ്തു പോയി, കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും പാപം ചെയ്തു പോയി, പൊട്ടിയും കരഞ്ഞു. നമ്മൾ അത് രണ്ടും വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കുറ്റബോധം കൊണ്ടാകാം ചിലപ്പം, അല്ലെങ്കിൽ ഇതിനി എൻ്റെ ജീവിതത്തിൽ വന്ന് വീണല്ലോ എന്നുള്ള, ഇനി എനിക്ക് രക്ഷയില്ലല്ലോ എന്നുള്ള ചിന്ത കൊണ്ടാകാം. പക്ഷേ വാട്ട് എവർ ഇറ്റ് മേ ബി, ഇത് നമ്മളെ ആത്യന്തികമായി നിരാശയെ തന്നെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഈ പാപത്തെക്കുറിച്ച് നമ്മൾ കുറ്റബോധത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകാം. പക്ഷേ ദ റിയൽ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ യു ഡൂയിങ് ആഫ്റ്റർവേഡ്സ് എന്നുള്ള. ശരിക്കും പത്രോസ് ഈ കർത്താവിനെ തള്ളിപ്പറയുന്നത് ഒരു തവണയല്ലല്ലോ. യൂദാസ് ഒരു തവണ തള്ളി പറഞ്ഞെങ്കിൽ പത്രോസ് 3 തവണ കർത്താവിനെ തള്ളി പറയുകയാണല്ലോ. ഇവനെ എനിക്ക് അറിയത്ത പോലുമില്ല. വൈ ഹി സെഡ് സോ? ബിക്കോസ് ഹി ജസ്റ്റ് കെയർഡ് ഫോർ ഹിസ് ഓൺ ലൈഫ്. അവൻ്റെ ജീവിതം മാത്രമാണ് അവൻ്റെ സ്വപ്നവും പ്രതീക്ഷയും ലക്ഷ്യവും. അതുകൊണ്ട് തന്നെ പത്രോസ് ഇവനെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിമ പെണ്ണിൻ്റെ അടുത്ത് പോലും അവന് ഈ കർത്താവിനെ ഏറ്റു പറയാനായിട്ട് ധൈര്യമില്ലാതെ പോയി എന്നുള്ള. എന്നിട്ടും അവൻ പൊട്ടിക്കരയുന്നുമുണ്ട്, നമ്മൾ കാണുന്നുമുണ്ട്. പക്ഷേ അതിനുശേഷം ചെയ്തത് അവനെ ഈ സഭയുടെ തലവനാക്കി മാറ്റിയെന്നുള്ള. ആ ചെയ്തത് ഹി ലുക്ക്ഡ് അറ്റ് ക്രൈസ്റ്റ് എന്നുള്ള. അവൻ കർത്താവിനെ നോക്കി എന്നുള്ള. ഈ കർത്താവിനെ നോക്കുമ്പം ഗോഡ് ജസ്റ്റ് ഫൊർഗീവ് മീ, കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള. ശരിക്കും ഈ ദൈവകരുണയുടെ ഒരുക്കം ആരംഭിക്കേണ്ടത് ഈ കുമ്പസാരം എന്ന മഹാരഹസ്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണെന്ന് ഞാൻ പറയും. എൻ്റെ ജീവിതത്തിൽ എന്ത് ബലഹീനതകൾ സംഭവിക്കുമ്പോഴും wherever I feel that I couldn't move ahead anymore, that there is still a hope that God is waiting for me. കർത്താവ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നുള്ള വലിയ പ്രത്യാശ. ആ പ്രത്യാശയാണ്
എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. എൻ്റെ ജീവിതത്തിൽ പാപമില്ലാത്തത് കൊണ്ട് ഞാൻ വിശുദ്ധനായി മാറിയെന്നോ, ഞാൻ ഒരു തിന്മയും ചെയ്യാത്തത് കൊണ്ട് ഞാൻ വിശുദ്ധനായി തീർന്നെന്നോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ അതുകൊണ്ട് ഞാൻ വിശുദ്ധനായി തീർന്നെന്നോ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ എല്ലാ ബലഹീനതകളും നിലനിൽക്കുമ്പോഴും, എല്ലാ ബലഹീനതകളെക്കുറിച്ച് ഞാൻ കണ്ണീർ പൊഴിക്കുമ്പോഴും, അതിനുശേഷം ഐ ലുക്ക് ബാക്ക് അറ്റ് ക്രൈസ്റ്റ്. എനിക്ക് കർത്താവിനെ നോക്കാൻ കഴിഞ്ഞെന്നുള്ള. ഇന്ന് ഈ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പം ഉദ്ധിതനായ മിശിഹ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് അവൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അത് തിരിച്ചറിയണമെങ്കിൽ ഇന്ന് വചനത്തിൽ പറഞ്ഞതുപോലെ അവരുടെ ഹൃദയങ്ങൾ തുറക്കുവാൻ തക്കവിധം കർത്താവ് അവരുടെ അധരങ്ങൾ തുറന്നു എന്നാണല്ലോ, കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു, വിശുദ്ധ ഗ്രന്ഥം ഗ്രഹിക്കുവാൻ തക്കവിധം അവൻ അവരുടെ ഹൃദയങ്ങൾ തുറന്നു. ഹി ഓപ്പൺ ദെയർ മൈൻഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സേക്രഡ് സ്ക്രിപ്റ്റേഴ്സ്. വിശുദ്ധ ലിഖിതം മനസ്സിലാക്കുവാനായിട്ട് കർത്താവേ നീ എൻ്റെ അധരത്തെ തുറക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. അങ്ങനെ യഥാർത്ഥത്തിൽ ടു റിയലി ഫീൽ ദ റിയൽ പാഷൻ ആൻഡ് ലവ് ഫ്രം ഹിം, അവൻ്റെ കരുണയെ സ്വീകരിക്കുവാനായിട്ടുള്ള അനുഗ്രഹം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർസൂസ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം.